നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെടാ? ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ ചെയിൻ എന്ന ഇൻസ്ട്രുമെൻ്റ് പഠിച്ചു. ദെൻ അടുത്ത ഇൻസ്ട്രുമെൻ്റാണ് ടേപ്പ്. ഓക്കെ, ടേപ്പാണെടാ അടുത്ത് നോക്കുന്നത്. ടേപ്പ് നമുക്ക് കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിലാദ്യത്തേതാണ് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. ഓക്കെ, ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്ലോത്ത് കൊണ്ടുള്ള ടേപ്പ് തന്നെയാണ്, തുണിയിലുള്ള ടേപ്പ് തന്നെയാണ്. നമുക്കറിയാം അതിന് എന്താണെന്നായിരിക്കും, ഡ്യൂറബിലിറ്റി കുറവായിരിക്കും, ഡ്യൂറബിലിറ്റി ലെസ് ആണ്. ക്ലോത്ത് ഓർ ലിനൻ ടേപ്പിന് ഡ്യൂറബിലിറ്റി ലെസ് ആയിരിക്കും. അത് നമുക്കിപ്പോൾ ഒരു 10 മീറ്റർ 20 മീറ്റർ 10 മീറ്റർ 20 മീറ്റർ 25 മീറ്റർ 30 മീറ്ററിലൊക്കെ നമുക്ക് ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്? 10 മീറ്റർ 20 മീറ്റർ 25 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ. ദെൻ അടുത്തതാണ് മെറ്റാലിക് ടേപ്പ്. മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഫൈബർ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു മെറ്റൽ വയേഴ്സ് കൂടെ അതിലുണ്ടാവും. ഓക്കെ, മെറ്റാലിക് ടേപ്പിൽ എന്തെന്നൊക്കെയാണ്? വാട്ടർ പ്രൂഫ് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഫൈബറും ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തെന്നുണ്ടാവും? മെറ്റൽ വയേഴ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്കിതിൻ്റെ അവൈലബിൾ ലെന്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്ററും 30 മീറ്ററും. ഓക്കെ, 15 മീറ്ററും 30 മീറ്ററൊക്കെയാണ് നമുക്ക് ഈ മെറ്റാലിക് ടേപ്പ് കിട്ടുന്നത്. അപ്പോൾ മെറ്റാലിക് ടേബിൾ എന്തൊക്കെയാണ്? മെറ്റാലിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് വാട്ടർ പ്രൂഫ് ക്ലോത്ത് ഫൈബർ ആസ് വെൽ ആസ് മെറ്റൽ വയർ. ഈ മെറ്റൽ വയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ ബ്രോൺസിൻ്റെയോ മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, കോപ്പറോ ബ്രാസോ ബ്രോൺസോ ആയിരിക്കും. ദെൻ അതിൽ വാട്ടർ പ്രൂഫ് ആയിട്ട് ക്ലോത്ത് ഫൈബർ ഉണ്ടാവും. ഓക്കെ, അതാണ് മെറ്റാലിക് ടേപ്പ്. അതിൻ്റെ അവൈലബിൾ ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? 15 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റീൽ ടേപ്പ്. സ്റ്റീൽ ടേപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ലാബിൽ ചെയിനിൻ്റെ ലെങ്ത്, ഓക്കെ, ചെയിനിൻ്റെ ലെങ്ത് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സ്റ്റീൽ ടേപ്പ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ചെയിൻ. ഇതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്ററാണ്. ഓക്കെ, മാക്സിമം അവൈലബിൾ ലെങ്ത് 50 മീറ്ററാണ്. അതല്ലാതെ നമുക്ക് 50 മീറ്ററും 30 മീറ്ററിലും ഒക്കെ നമുക്ക് ഈ സ്റ്റീൽ ടേപ്പ് അവൈലബിൾ ആണ്. ദെൻ അടുത്തതാണ് ഇൻവാർ ടേപ്പ്. ഓക്കെ, ഇൻവാർ ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവാർ എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെയും നിക്കലിൻ്റെയും അലോയ് ആണ്. ഓക്കെ, സോ ഇൻവാർ ഈസ് ആൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ. ഇതിൽ തന്നെ പെർസെൻറ്റേജ് ഉണ്ട്. സ്റ്റീല് ഒരു 64% ഓക്കെ, 64% ഉള്ളത്. അതുപോലെ തന്നെ നിക്കൽ 36% ആണ്. ഓക്കെ, നിക്കൽ 36%, സ്റ്റീല് 64% ഇൻവാർ ടൈപ്പിനുള്ളത്. ഓക്കെ, ഇൻവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കലാണ്. ദെൻ ഈ ഇൻവാർ ടൈപ്പിന് നമ്മൾ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം എക്സ്പാൻഷനും കോൺട്രാക്ഷനും സംഭവിക്കാറുണ്ട്. സോ ആ ഒരു തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതിന് വെരി ലോ ആയിരിക്കും. ഓക്കെ, ഇൻവാർ ടൈപ്പിന് തെർമൽ എക്സ്പാൻഷൻ വെരി ലോ ആയിരിക്കും. ഇത് മാക്സിമം അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആയിരിക്കും. ഓക്കെ, 100 മീറ്റർ ആയിരിക്കും മാക്സിമം അവൈലബിൾ ലെങ്ത്. ഈ ഞാൻ പറഞ്ഞു തെർമൽ എക്സ്പാൻഷൻ വെരി ലോ ആയിരിക്കും. അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 0.5 × 10⁻⁻6 പെർ ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 0.9 × 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ആ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിലാണെങ്കിൽ 0.5 × 10⁻⁻6 പെർ ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 0.9 × 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് പെഗ്. ഓക്കെ, പെഗ് നിങ്ങളത് കോളേജിലൊക്കെ പഠിച്ചിരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. പെഗ് എന്ന് പറഞ്ഞാൽ എന്ത് മെറ്റീരിയൽ ആയിരിക്കും? വുഡൻ മെറ്റീരിയൽ ആയിരിക്കും അല്ലേ? പെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡൻ മെറ്റീരിയൽ ആയിരിക്കും. സോ ഈ പെഗിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? പെഗിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. പെഗിൻ്റെ ടോട്ടൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻ പറഞ്ഞാൽ ഇവിടുത്തത് നമുക്ക് എത്ര 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ പെഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെഗ് നമ്മൾ സ്റ്റേഷൻസ്, ഓക്കെ, ഒരു സർവേ ലൈനിൻ്റെ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാനാണ് നമ്മൾ വുഡൻ പെഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വുഡൻ പെഗ്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ദ പൊസിഷൻ ഓഫ് സ്റ്റേഷൻസ് ഓൺ ഗ്രൗണ്ട് വിച്ച് ആർ എയ്തർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സർവേ ലൈൻ ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ സർവേ ലൈൻ. ഈ സർവേ സ്റ്റേഷൻ ഒരു സർവേ ലൈൻ്റെ എൻഡിലും അല്ലെങ്കിൽ ബിഗിനിങ്ങിലും ആയിരിക്കും ഈ സർവേ സ്റ്റേഷൻസ് വരുന്നത്. ആ സർവേ സ്റ്റേഷൻസിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ എന്തോന്ന് യൂസ് ചെയ്യുന്നത്? വുഡൻ പെഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വുഡൻ പെഗ്സിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ വുഡൻ പെഗ്സിൻ്റെ ഒരു എൻഡ് കണ്ട ഒരു ടേപ്പറിങ് ഷേപ്പിലാണല്ലേ വെച്ചിരിക്കുന്നത്. അതെന്തിനാ?
നമുക്ക് ഗ്രൗണ്ടിലോട്ട് എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടേപ്പറിങ് ഷേപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഫുള്ളും നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കില്ല. ഒരു 4 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലായിരിക്കും നമ്മൾ പെഗ്സിന് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലായിരിക്കും പെഗ്ഗിനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പെഗ്സിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? പെഗ്സ് നമ്മൾ സ്റ്റേഷൻ പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ വുഡൻ പെഗ്സ് യൂസ് ചെയ്യുന്നത്. ഒരു സർവേ ലൈനിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലായിരിക്കും സ്റ്റേഷൻ വരുന്നത്. ആ സ്റ്റേഷൻ പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ പെഗ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്തെന്ന് പറഞ്ഞു, പെഗ്സ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. ദെൻ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ്. ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ അടുത്തതാണ് ആരോസ്. ഓക്കെ, ആരോസ്, ഇതാണ് ആരോസ്. ഈ ആരോസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ചെയിനിൻ്റെ ലെങ്ത് എൻഡാകുന്ന സ്ഥലത്ത് എൻഡാകുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാനാണ് ആരോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെയിനിൻ്റെ ലെങ്ത് എൻഡാകുന്ന പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആരോ എന്തായിരിക്കും? ഒരു മൈൽഡ് സ്റ്റീൽ വയറായിരിക്കും. ഓക്കെ, ആരോ മൈൽഡ് സ്റ്റീൽ വയറായിരിക്കും. ഇപ്പം നമ്മളൊരു ചെയിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു 20 മീറ്റർ ചെയിനോ അല്ലെങ്കിൽ 30 മീറ്റർ ചെയിൻ, നമ്മളൊരു ചെയിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെയിനിൻ്റെ കൂടെ നമുക്കൊരു 10 ആരോസ് നമുക്ക് കിട്ടും. ഓക്കെ, എത്ര ആരോസ് കിട്ടും? 10 ആരോസ് നമുക്ക് കിട്ടും. ഈ ഒരു ആരോൻ്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ 40 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആയിരിക്കും കോമൺ ലെങ്ത്. ഇവിടുത്തെ ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആരോ നമ്മൾ എന്തോന്നൊക്കെ പോയിന്റ് പറഞ്ഞു. ആരോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആരോസ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ദ എൻഡ് ഓഫ് ദ ചെയിൻ ലെങ്ത്. ഓക്കെ, എൻഡ് ഓഫ് ദ ചെയിൻ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോസ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് റേഞ്ചിങ് റോഡ്. ഓക്കെ, റേഞ്ചിങ് റോഡും നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റേഞ്ചിങ് റോഡ്. റേഞ്ചിങ് റോഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റേഞ്ചിങ് എന്ന പ്രോസസ്സിലാണ് നമ്മൾ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുന്നത്. റേഞ്ചിങ് എന്നാലും നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട്, ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ റേഞ്ചിങ് റോഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റേഞ്ചിങ് എന്ന പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് റേഞ്ചിങ് റോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഞ്ചിങ് റോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. റേഞ്ചിങ് റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? സർക്കുലർ ഷേപ്പ് ആയിരിക്കുമല്ലോ. ക്രോസ് സെക്ഷൻ സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, റേഞ്ചിങ് റോഡിൻ്റെ ഡയമീറ്റർ എത്ര ആയിരിക്കും? അവിടെ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് അത് റേഞ്ചിങ് റോഡ് കാണുന്ന ലെങ്ത് 2 to 3 മീറ്റർ ആയിരിക്കും. ഓക്കെ, 2 to 3 മീറ്ററിലായിരിക്കും നമുക്ക് കോമൺ ആയിട്ടുള്ള റേഞ്ചിങ് റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ഈ റേഞ്ചിങ് റോഡിൽ ഓരോ ബാൻഡ്സ് ആൾട്ടർനേറ്റീവായിട്ട് ബാൻഡ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ബാൻഡിനെ നമ്മൾ ഓരോ കളർ വെച്ചിട്ട് എന്ത് ചെയ്യും? കളർ അടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കളർ ഏതൊക്കെയാണ്? ഒന്നേ റെഡ് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ യൂസ് ചെയ്യും. ഓക്കെ, ഒന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് കളർ യൂസ് ചെയ്യും. ഓക്കെ, ദീസ് ആർ ദ പെയിൻറ്റഡ് ഇൻ ആൾട്ടർനേറ്റീവ് ബാൻഡ് ഓഫ് റെഡ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ വൈറ്റ്. ഇനി ഒരു ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ ഒരു ഫിഗറിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റെഡില്ലേ, ഇത്രയാണ് ഒരു ബാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടും ഇത്രയാണ് ഒരു ബാൻഡ് എന്ന് പറയുന്നത്. ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മൾ ഇനി ഈ റേഞ്ചിങ് റോഡ് നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഈ റേഞ്ചിങ് റോഡ് ഏകദേശം ഒരു 200 മീറ്റർ റേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചിങ് റോഡ് വിസിബിൾ ആവത്തില്ല. ഓക്കെ, അങ്ങനത്തുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്തോന്നും ചെയ്യൂടാ? ഒന്നേ നമ്മൾ റേഞ്ചിങ് പോൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് യൂസ് ചെയ്യും. ഓക്കെ, ഒന്നേ നമ്മൾ അപ്പോൾ ഈ ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നേ നമ്മൾ ഈ റേഞ്ചിങ് റോഡിൽ തന്നെ നമ്മളൊരു ഫ്ലാഗ്, റേഞ്ചിങ് റോഡിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഫ്ലാഗ് കണക്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റേഞ്ചിങ് പോൾ യൂസ് ചെയ്യും. ഓക്കെ, ഈ ഫ്ലാഗിൻ്റെ കളർ എന്തായിരിക്കും? അപ്പോൾ ഫ്ലാഗും നമുക്ക് ദൂരെ, ഈ 200 മീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ദൂരമാണല്ലേ. സോ നമുക്കത് ദൂരെ നിന്ന് കാണാൻ വേണ്ടി ഈ ഫ്ലാഗിൻ്റെ കളർ എന്തായിരിക്കും? റെഡോ വൈറ്റോ യെല്ലോ ആയിരിക്കും. ഓക്കെ, ഫ്ലാഗിൻ്റെ കളർ ഏതൊക്കെ ആയിരിക്കും? റെഡ് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളർ ഫ്ലാഗാണ് നമ്മൾ ഈ റേഞ്ചിങ് റോഡിൽ കണക്ട് ചെയ്യുന്നത്. ഇനി ഈ നമ്മൾ പറഞ്ഞു റേഞ്ചിങ് പോൾ യൂസ് ചെയ്യുമെന്ന്. റേഞ്ചിങ് പോളിൽ നമ്മൾ റേഞ്ചിങ് പോൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാ കണ്ടീഷനിലും റേഞ്ചിങ് പോളിൽ ഒരു ഫ്ലാഗ് കണക്ട് ചെയ്തിരിക്കും. ഇനി ഈ റേഞ്ചിങ് പോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 to 8 മീറ്റർ ആണ്. ഓക്കെ, റേഞ്ചിങ് പോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 to 8 മീറ്റർ ആണ്. അതിൻ്റെ ഡയമീറ്റർ വരുന്നത് 6 to 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ 6 to 10 സെൻറ്റിമീറ്റർ ആണ്.
റേഞ്ചിങ് പോളിൻ്റെ ഡയമീറ്റർ ആണ് 6 to 10 സെൻറ്റിമീറ്റർ. അതേപോലെ റേഞ്ചിങ് പോളിൻ്റെ ലെങ്ത് എത്രയാണ്? 4 to 8 മീറ്റർ. ദെൻ റേഞ്ചിങ് പോൾസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഫ്ലാഗ് ഇൻ ഓൾ കേസസ്. എല്ലാ കേസിലും നമ്മൾ റേഞ്ചിങ് പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഫ്ലാഗ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇനി റേഞ്ചിങ് റോഡിലാണ് നമ്മൾ 200 മീറ്റർ കഴിഞ്ഞാലാണ് നമ്മളൊരു ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫ്ലാഗിൻ്റെ കളർ പറഞ്ഞു ഏതാണ്? ഒന്ന് റെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കണം, അല്ലെങ്കിൽ യെല്ലോ കളർ ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് ഓഫ്സെറ്റ് റോഡ്. ഓക്കെ, ഓഫ്സെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഓഫ്സെറ്റ് റോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഓഫ്സെറ്റ് റോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലാറ്ററൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ സർവേ ലൈൻ ടു ദ ലൊക്കേറ്റ് നിയർ ബൈ പോയിൻറ്റ്സ്. അതായത് ഇതിപ്പോൾ ഒരു സർവേ ലൈനെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ട്രീയോ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ ഒരു സർവേ ലൈനിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റ് വരെയുള്ള ലാറ്ററൽ ഡിസ്റ്റൻസ് എടുക്കുന്നതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സർവേ ലൈൻ മുതൽ ഈ ഒരു ഒബ്ജക്റ്റ് വരെയുള്ള ലാറ്ററൽ ഡിസ്റ്റൻസ് എടുക്കുന്നതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ആ ഓഫ്സെറ്റ് എടുക്കാനാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? ഓഫ്സെറ്റ് റോഡ് യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് റോഡിൻ്റെ കോമൺ ലെന്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഓക്കെ, ഓഫ്സെറ്റ് റോഡിൻ്റെ കോമൺ ലെന്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. ദെൻ അടുത്തതാണ് പ്ലം ബോബ്. ഓക്കെ, പ്ലം ബോബൊക്കെ എല്ലാവരും കേട്ടിരിക്കും, കണ്ടിരിക്കും. പ്ലം ബോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ചെയിൻ സർവേ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു പോയിന്റിനെ ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലം ബോബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ദ പോയിന്റ് ടു ഗ്രൗണ്ട് വെൻ ചെയിനിങ് ഈസ് ഡൺ. ഓക്കെ, ചെയിനിങ് ആണ്. ചെയിനിങ് ഈസ് ഡൺ ഇൻ സ്ലോപ്പിംഗ് ഏരിയ. ഒരു സ്ലോപ്പിംഗ് ഏരിയയിലാണ് നമ്മൾ ചെയിനിങ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോയിന്റിനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലം ബോബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ക്രോസ് സ്റ്റാഫ്. ക്രോസ് സ്റ്റാഫിൻ്റെ ടൈപ്സ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാതെ. ഇപ്പോൾ ഇവിടെ ക്രോസ് സ്റ്റാഫ് എന്തിനെന്ന് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ഒരു 90 ഡിഗ്രി 90 ഡിഗ്രി സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് സ്റ്റാഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രോസ് സ്റ്റാഫ് 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രോസ് സ്റ്റാഫ്, സർവേ ലൈനിൽ റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് വൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈം. ഓക്കെ, വൈറ്റ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്, അത് നമ്മൾ അതൊരു സോഫ്റ്റ് വുഡ് കൊണ്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓക്കെ, സോഫ്റ്റ് ലൈക്ക് ഒരു വരച്ച് കഴിഞ്ഞാൽ ഒരു പെഗ് പോലെയൊക്കെ ഇരിക്കും, പെഗിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും അത് കാണാനായിട്ട്. ഓക്കെ, ദെൻ ഇതിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ സ്പ്ലിറ്റ് നമ്മളൊരു പേപ്പർ വയ്ക്കും. ഓക്കെ, സ്പ്ലിറ്റിൽ നമ്മളൊരു പേപ്പർ വയ്ക്കും. ആ പേപ്പർ വയ്ക്കുന്നത് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ആ പേപ്പറിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, അപ്പം വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ്സ് എന്തിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു നേരത്തെ പെക്സിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആരോ ഹെഡ് പറഞ്ഞു അല്ലേ, ആരോ പറഞ്ഞു. ഈ പെക്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സർവേ സ്റ്റേഷൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് പെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചെയിനിൻ്റെ എൻഡ് മാർക്ക് ചെയ്യാനാണ് നമ്മൾ ആരോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ 2 പോയിന്റും അല്ലാത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് വരുന്നെങ്കിൽ, ഓക്കെ, നമ്മളൊരു സർവേ ചെയ്യുമ്പോൾ ഈ പെഗ് നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റും അതുപോലെ തന്നെ ആരോസ് യൂസ് ചെയ്യുന്ന പോയിന്റും അല്ലാതെ വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റിന് മാർക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.5 to 1 മീറ്റർ ആയിരിക്കും. 0.5 to 1 മീറ്റർ ആയിരിക്കും. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ സ്പ്ലിറ്റ് നമ്മളൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ വെച്ചിരിക്കും. അതെന്തിനാണ്? നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് പോയിന്റോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ നോട്ട്സ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വൈറ്റ് പേപ്പറോട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് നമ്മൾ ഈ ഒരു ചെയിനിങ്ങിലെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെയിനിങ്ങിലെ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ചെയിൻ പറഞ്ഞു, ചെയിനിൽ തന്നെ മെട്രിക് ചെയിനും നോൺ മെട്രിക് ചെയിനും പറഞ്ഞു. നോൺ മെട്രിക് ചെയിൻ ഏതൊക്കെ പറഞ്ഞു? എഞ്ചിനീയർ ചെയിൻ പറഞ്ഞു, സർവേ ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ പറഞ്ഞു, റവന്യൂ ചെയിൻ പറഞ്ഞു. ദെൻ അടുത്ത ടൈമാണ് നമ്മൾ ടേപ്പ് പഠിച്ചു. ടേപ്പിൽ തന്നെ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് പറഞ്ഞു, മെറ്റാലിക് ടേപ്പ് പറഞ്ഞു, സ്റ്റീൽ ടേപ്പ് പറഞ്ഞു, ഇൻവാർ ടേപ്പ് പറഞ്ഞു. ദെൻ അടുത്ത് പെക്സ് പറഞ്ഞു, ആരോ പറഞ്ഞു. ഈ ആരോസിനെ മാർക്കിംഗ് പിൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആരോസിനെ മാർക്കിംഗ് പിൻസ് എന്നും പറയാറുണ്ട്. അങ്ങനെ ആരോ പറഞ്ഞു. ദെൻ റേഞ്ചിങ് റോഡ് പറഞ്ഞു, അതിൽ തന്നെ റേഞ്ചിങ് പോള് പറഞ്ഞു. ദെൻ ഓഫ്സെറ്റ് റോഡ് പറഞ്ഞു, പ്ലം ബോബ് പറഞ്ഞു, ക്രോസ് സ്റ്റാഫ് പറഞ്ഞു, വൈറ്റ്സ് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് പ്രോസസ്സിങ് ഓഫ് ചെയിൻ. ഒരു പ്രോസസ് ഓഫ് ചെയിനിങ് ആണ്. ചെയിനിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്.
ചെയിനിങ് ചെയ്യാൻ നമ്മൾ 2 ആൾ വേണം, 2 ആൾ വേണം, ഒരു ചെയിൻ വേണം. ഓക്കെ, ഈ 2 ആളിൽ ഒരാളിനെ നമ്മൾ എന്തോന്ന് പറയും ഇവിടെ, ലീഡർ എന്ന് പറയുന്നു, മറ്റേ ആളിനെ ഫോളോവർ എന്ന് പറയുന്നു. ഓക്കെ, ദ പേഴ്സൺ ഹൂ ഈസ് ഹോൾഡിങ് ദ ലീഡിങ് എൻഡ് ഓഫ് ദ ചെയിൻ ഈസ് നോൺ ആസ് ലീഡർ. അതായത് ലീഡിങ് എൻഡ് ഉണ്ട്, ലീഡിങ് എൻഡ് ആരാണോ പിടിച്ചിരിക്കുന്നത്, ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ആ ആളിനെയാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. ഈ ലീഡർ ആയിരിക്കും ചെയിനിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുന്നത്. ഓക്കെ, ആ വ്യക്തിയാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. ദെൻ ദ പേഴ്സൺ ഹൂ ഈസ് ഹോൾഡിങ് ദ റിയർ എൻഡ് ഓഫ് ദ ചെയിൻ ഈസ് നോൺ ആസ് ഫോളോവർ. ചെയിനിൻ്റെ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് എൻഡ് അല്ലെങ്കിൽ ലീഡിങ് എൻഡ് ആരാണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അയാളെ നമ്മൾ എന്തോന്ന് പറഞ്ഞു, ലീഡർ എന്ന് പറഞ്ഞു. ഈ ലീഡറാണ് ചെയിനിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു പോകുന്നത്. ദെൻ ചെയിനിൻ്റെ റിയർ എൻഡ് പിടിച്ചിരിക്കുന്നത് ആരാണോ അയാളെയാണ് നമ്മൾ ഫോളോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫോളോവറാണ് ലീഡറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഫോളോവറാണ് ലീഡറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, ലീഡർ അത് ഒബേ ചെയ്യുന്നു. അതുപോലെ തന്നെ ലീഡർ ആയിരിക്കും ആരോസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ലീഡർ ആയിരിക്കും ആരോസ് ഫിക്സ് ചെയ്യുന്നത്. ഈ ആരോസിനെ റിമൂവ് ചെയ്യുന്നത് ആരായിരിക്കും, ഫോളോവർ ആയിരിക്കും. ഓക്കെ, ലീഡറാണ് ആരോസ് ഫിക്സ് ചെയ്യുന്നത്, ഈ ആരോസ് റിമൂവ് ചെയ്യുന്നത് ആരാണ്, പുറകെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ആൾ ഫിക്സ് ചെയ്യും, പുറകെ വരുന്ന ആൾ അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, പുറകെ വരുന്നത് ആരാണ്, ഫോളോവറാണ്. അതാണ് ചെയിനിൻ്റെ റിയർ എൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. മുമ്പിൽ നിന്ന് പോകുന്നത് ആരാണ്, ലീഡറാണ്. ലീഡറാണ് ചെയിനിൻ്റെ ലീഡിങ് എൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് എൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അത്രയാണ് പ്രോസസ്സിങ് ഓഫ് ചെയിനിൽ വരുന്നത്. ഓക്കെ, അടുത്തതാണുള്ള ടേംസ് ഇൻ ചെയിനിങ്. ചെയിനിങ്ങിൽ വരുന്ന ടേംസ് ആണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിലോട്ട് വരും മുമ്പേ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കണം. അപ്പം ഇതൊരു 4 പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഓക്കെ, അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 പോയിന്റ് അവിടെ ഉണ്ട്. അതാണ് 4 സ്റ്റേഷൻ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ആ സ്റ്റേഷൻ പോയിന്റിന് ആ ഒരു പ്ലോട്ടാണിത്. ആ പ്ലോട്ടിൻ്റെ പോയിന്റ്സ് ആണ് എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അതിനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുന്നു. അതിനെയാണ് സർവേ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് സർവേ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സർവേ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ഡി, അതുപോലെ എ ബി ബി സി സി ഡി, അതൊക്കെയാണ് സർവേ ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ബി ഡി അതിനെ കണക്ട് ചെയ്തിട്ടും നമുക്കൊരു ലൈൻ വരച്ചാൽ അതിനെയും സർവേ ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എത്ര സർവേ ലൈൻ ഉണ്ടോ ഇവിടെ, എ ബി ബി സി സി ഡി എ ഡി ബി ഡി. ഓക്കെ, ഇത്രയും സർവേ ലൈൻസ് ഈ ഒരു പ്ലോട്ടിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിലുണ്ട്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർവേ ലൈൻ തുടങ്ങുന്നിടത്തോ അല്ലെങ്കിൽ അവസാനിക്കുന്നിടത്തുള്ള പോയിന്റ്സിലാണ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. സർവേ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെയാണ് സർവേ ലൈൻ എന്ന് പറഞ്ഞു. ഈ സർവേ ലൈൻസിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ലൈൻ ഏതാണോ അതിനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി അറിയാം, ഈ ബി ഡി എന്ന് പറയുന്ന ലൈനാണ് നീളം കൂടിയത്. ഓക്കെ, ബി ഡി എന്ന് പറയുന്ന ലൈനാണ് നീളം കൂടിയത്. സോ അതിന് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ്ങസ്റ്റ് സർവേ ലൈൻ, ലോങ്ങസ്റ്റ് മെയിൻ സർവേ ലൈനെയാണ് എന്തോന്ന് പറയുന്നത്, ബേസ് സർവേ ലൈൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടേമാണ് ടൈ ലൈൻ. ഓക്കെ, ടൈ ലൈൻ എന്നൊരു ടേം അവിടെ കിടപ്പുണ്ട്. ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ബിൽഡിംഗ് ആണെന്ന് കരുതുക. ഓക്കെ, ആ ഒരു ബിൽഡിങ്ങിൽ പി എന്ന പോയിന്റും ക്യൂ എന്ന പോയിന്റും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിവിടെ കുറച്ച് വലുതായിട്ട് വരച്ചു തരാം. അത്രയും പോർഷൻ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് എ ബി എന്നൊരു സർവേ ലൈനാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ബിൽഡിംഗ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ആ ബിൽഡിങ്ങിൽ ഞാനിവിടെ ഈ ഒരു കോർണർ പി എന്നും ഈ ഒരു കോർണർ ക്യൂ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ബി ഡി എന്നൊരു സർവേ ലൈൻ പോകുന്നുണ്ട്, ഇവിടെ എ ഡി എന്നൊരു സർവേ ലൈനും പോകുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പി ക്യൂ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ കോർണറാണ്. ഈ ഒരു ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ മാപ്പിലോട്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പി എന്ന പോയിന്റിന് അടുത്ത് കിടക്കുന്ന സർവേ ലൈനിൽ നിന്ന് നമ്മൾ ഓഫ്സെറ്റ് എടുക്കും. ഓക്കെ, ഇവിടെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ എ ബി, ഇവിടെ നമ്മൾ ഡി എന്നാണ് എടുത്തത്. ഓക്കെ, ഈ പി എന്ന പോയിന്റിൽ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന സർവേ ലൈൻ ഏതാണ്, മെയിൻ സർവേ ലൈൻ ഏതാണ്, എ ബി.
സോ അതിലോട്ട് നമ്മൾ ഓഫ്സെറ്റ് എടുക്കും. ഓക്കെ, ഇതിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഓഫ്സെറ്റ്. ദെൻ ടൈ ലൈൻ എന്ന പോയിന്റിലോട്ട് വരണം. ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്യൂ എന്ന പോയിന്റും നമുക്ക് മാപ്പിലോട്ട് മാർക്ക് ചെയ്യണം. സോ ക്യൂ എന്ന പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മെയിൻ സർവേ ലൈനായിട്ട് AD ഉണ്ട്, AB ഉണ്ട് അല്ലേ? സോ അത് കുറച്ച് ദൂരം കൂടുതലാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ക്യൂ എന്ന പോയിന്റിൽ നിന്ന് AD എന്ന സർവേ ലൈനിലോട്ടും അല്ലെങ്കിൽ AB എന്ന സർവേ ലൈനിലോട്ട് നമുക്ക് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം കൂടുതലാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ ഒരു പോയിന്റ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ടൈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈനിനെയാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് AE എന്ന് പറയുന്നത്. ഓക്കെ, AE എന്ന് പറയുന്നത് ഒരു ടൈ ലൈനാണ്. ആ ടൈ ലൈൻ നമ്മൾ എന്തിനാണ് എടുത്തത്? ഈ ക്യൂ എന്ന പോയിൻറ്റിൻ്റെ ഓഫ്സെറ്റ് എടുക്കാനാണ് എടുത്തതല്ലേ? ആ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു ക്യൂ എന്ന പോയിൻറ്റിനെയാണ്. ഓക്കെ, ക്യൂ എന്ന പോയിൻറ്റിനെയാണ് ഞാനൊരു ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞത്. സോ അപ്പോൾ ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെടാ? ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ടിൽ അല്ലെങ്കിൽ ഒരു മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഒബ്ജക്റ്റിന് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീരിയർ പോയിൻറ്റിൻ്റെ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈനിനെയാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ക്യൂവിൽ നിന്ന് ഈ ഒരു ലൈനോട് ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്ക് മാപ്പിലോട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഈ ടൈ ലൈൻ എന്ന ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാതിരുന്നെങ്കിൽ ADയിൽ നിന്നും എടുക്കാമായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞു ദൂരം കൂടുതലാണെന്ന്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ABയിൽ നിന്നും എടുക്കാമായിരുന്നു, അതും ദൂരം കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ദൂരം കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ചിലപ്പം ഒന്നേ പാടായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ സംഭവിക്കാം. ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈ ലൈൻ എന്നൊരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈ ലൈനിൽ നിന്ന് നമുക്കൊരു ക്യൂ എന്ന പോയിന്റിൽ ഓഫ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിനെ നമുക്കൊരു മാപ്പിലോട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ പ്ലോട്ട് ചെയ്യാൻ കഴിയും. അതാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ നമ്മൾ മെയിൻ സർവേ ലൈൻ പറഞ്ഞു, ടൈ ലൈൻ പറഞ്ഞു, ബേസ് ലൈൻ പറഞ്ഞു. ദെൻ അടുത്തതാണ് ചെക്ക് ലൈൻ. ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യുക. ഓക്കെ, ആക്യുറസി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ചെക്ക് ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചെക്ക് ലൈൻ്റെ മറ്റൊരു പേര് പറഞ്ഞാൽ പ്രൂഫ് ലൈൻ എന്ന് പറയാം. ഓക്കെ, നമുക്കിനി ഓരോന്നിൻ്റെ ഡെഫിനേഷനിലോട്ട് വരാം. സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പെർമനൻറ്റ് പോയിന്റ് ഓൺ ദ ഫീൽഡ് വിച്ച് ആർ എയ്തർ അറ്റ് ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് ദ സർവേ ലൈൻ. ഇവിടെ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ABCD, അതൊക്കെയാണ് ആ ഒരു പ്ലോട്ടിലുള്ള പെർമനൻറ്റ് പോയിന്റ്. അതാണ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ദെൻ മെയിൻ സർവേ ലൈൻ എന്ന് പറഞ്ഞാൽ സർവേ ലൈൻ കണക്റ്റിംഗ് ദ മെയിൻ സർവേ സ്റ്റേഷൻ. ഓക്കെ, സർവേ ആണ്. മെയിൻ സർവേ സ്റ്റേഷന് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സർവേ ലൈനിനെയാണ് മെയിൻ സർവേ ലൈൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഏതൊക്കെയാണ്? ABCD AD, അതേപോലെ BD. B എന്ന് പറയുന്നത് ഒരു മെയിൻ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ D എന്ന് പറയുന്നത് മെയിൻ സ്റ്റേഷനാണ്. ആ BD എന്ന് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചത് എന്തിനാണ്? നമ്മൾ പറഞ്ഞു ഒരു പ്ലോട്ട് നമ്മൾ ഒരു ഏരിയ കണക്കാക്കുമ്പോൾ ട്രയാങ്കുലേഷൻ പറഞ്ഞല്ലേ, ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്ലോട്ടിൻ്റെ ഏരിയ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ BD എന്ന മെയിൻ സ്റ്റേഷൻസിനെ നമ്മളവിടെ കണക്ട് ചെയ്തിട്ട് ഒരു സർവേ ലൈൻ വരച്ചത്. സോ നമ്മൾ വരച്ചതിൽ ഏറ്റവും നീളം കൂടിയത് BD ആണ്. സോ അതിന് നമ്മൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് വൺ എമംഗ് ദ മെയിൻ സർവേ ലൈൻ. മെയിൻ സർവേ ലൈനിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സർവേ ലൈനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ടൈ ലൈൻ. ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ടേക്കിംഗ് ഓഫ്സെറ്റ് ഫോർ ഇൻറ്റീരിയർ പോയിന്റ്. ഇൻറ്റീരിയർ പോയിന്റിൻ്റെ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ. ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ചെക്കിംഗ് ദ ആക്യുറസിയാണ്. ആക്യുറസി ഓഫ് വർക്ക്. ആക്യുറസി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ടൈ ലൈനിനെയും ആ ഒരു ചെക്ക് ലൈനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ടൈ ലൈനെ നമുക്ക് ആക്യുറസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത്രയാണ് ടേംസ് ഇൻ ചെയിനിങ്ങിലുള്ള ടേംസ് എന്ന് പറയുന്നത്. ഈ ടൈ ലൈനിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാനത് ഒന്നുകൂടെ വരയ്ക്കുന്നു. ഇത്രയും പോർഷൻ, അതായത് ABD എന്ന പോർഷൻ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നു. ABD. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കോർണറിനെ ഞാൻ P എന്നും മറ്റൊരു കോർണറിനെ Q എന്നും മാറുക ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ മാപ്പിലോട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ
പി എന്ന പോയിന്റിൽ നിന്നും ക്യൂ എന്ന പോയിന്റിൽ നിന്നും ഒരു ഓഫ്സെറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ പി എന്ന പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഈ എ ബി എന്ന സർവേ ലൈനിലോട്ട് ഓഫ്സെറ്റ് എടുത്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്യൂ എന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ക്യൂ എന്ന പോയിന്റിൽ നമുക്ക് എ ഡി എന്ന സർവേ ലൈനിൽ നിന്ന് ഓഫ്സെറ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു ക്യൂ എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എ ഡി എന്ന സർവേ ലൈൻ ശരിക്കും നല്ല ദൂരത്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എ ബി എന്ന ലൈൻ സർവേ ലൈനിൽ നിന്നും ക്യൂ എന്ന പോയിന്റിന് ഓഫ്സെറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ എ ബി എന്ന സർവേ ലൈനും ക്യൂ എന്ന പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ശരിക്കും ദൂരെയാണ് കിടക്കുന്നത്. സോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു ടൈ ലൈൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ടൈ ലൈൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ആ ടൈ ലൈനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ക്യൂ എന്ന പോയിന്റിൽ നിന്ന് ടൈ ലൈനിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഫ്സെറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പോയിന്റിലൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ആ ടൈ ലൈൻ എന്നൊരു വേർഡ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ആ ടൈ ലൈൻ എന്നൊരു ടേം വരുന്നത്. അത്രയാണ് ചെയിനിങ്ങിലുള്ള ടേംസ്. അടുത്തതാണ് നമുക്ക് ഫീൽഡ് ബുക്ക്. ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ഫീൽഡ് ബുക്കിൻ്റെ സൈസ് പഠിക്കണം. ഫീൽഡ് ബുക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20x12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഫീൽഡ് ബുക്കിൻ്റെ സൈസ് എത്രയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 20x12 സെൻറ്റിമീറ്റർ ആണ്. 20x12 സെൻറ്റിമീറ്റർ ആണ് ഫീൽഡ് ബുക്കിൻ്റെ സൈസ് വരുന്നത്. ഇനി ഫീൽഡ് ബുക്കിൽ 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫീൽഡ് ബുക്കിൽ 2 ടൈപ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്. നമ്മൾ ഈ ഫീൽഡ് ബുക്ക് മെയിനായിട്ട് ചെയിനോ ടാപ്പോ നമ്മൾ ഉപയോഗിച്ച് മെഷർമെൻറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ചെയിനോ ടാപ്പോ നമ്മൾ ഉപയോഗിച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്യുന്ന വാല്യൂ സെൻറ്റർ ചെയ്യാനാണ് നമ്മൾ ഈ ഫീൽഡ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ഫീൽഡ് ബുക്കിൻ്റെ സൈസ് എത്രയാണ്? 20x12 സെൻറ്റിമീറ്റർ ആണ്. 20x12 സെൻറ്റിമീറ്റർ ആണ്. 2 ടൈപ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പേജിൽ ഏതൊരു സിംഗിൾ ലൈൻ്റെ ഒരു പേജാണെന്ന് വിചാരിക്കുക, അതിലൊരു സിംഗിൾ ലൈൻ മാത്രം കാണും. ഓക്കെ, സിംഗിൾ ലൈൻ മാത്രം കാണും. അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സിംഗിൾ ലൈനിൻ്റെ രണ്ടിലും ഓരോ ട്രയാങ്കിൾ കാണും. ആ ട്രയാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രയാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളിപ്പോൾ ഒരു ഓഫ്സെറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മീറ്റർ മാറി ഇവിടെ ഒരു ഓഫ്സെറ്റ് എടുത്താൽ, അതായത് ഓഫ്സെറ്റ് വലത്തോട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. ദെൻ വീണ്ടും ഒരു 8 മീറ്റർ മാറി ഇടത്തോട്ടൊരു ഓഫ്സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെയാണ് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക്. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ 2 ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 2 ലൈൻസ് ഉണ്ടാവും. ഈ 2 ലൈൻസിന് ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാവും. ഈ ട്രയാങ്കിൾ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്റ്റേഷനെയാണ് ട്രയാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണടാ? 1.52. ഓക്കെ, 1.5 to 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 1.5 to 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കിൻ്റെ ലൈൻസിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, ഡിസ്റ്റൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 to 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അത്രയാണ് ഫീൽഡ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫീൽഡ് ബുക്കിൽ നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫീൽഡ് ബുക്കിൻ്റെ സൈസ് 20x12 സെൻറ്റിമീറ്റർ ആണ്. 2 ടൈപ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ ലൈൻസ് മാത്രമാണ് ഓരോ പേജിലും കാണുന്നത്, അതാണ് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക്. ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് നമ്മൾ ലാർജ് സ്കെയിൽ ഓഫ് വർക്കിനൊക്കെയാണ് നമ്മൾ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക്. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ 2 ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 2 ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്പേസിംഗ് എന്ന് പറയുന്നത് 1.5 to 2 സെൻറ്റിമീറ്റർ ആണ്. 1.5 to 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് നമ്മൾ ഓർഡിനറി വർക്കിനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർഡിനറി വർക്കിനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ലൈൻസിൻ്റെ കളറുണ്ട്. ലൈൻസ് കളർ റെഡ് അല്ലെങ്കിൽ ബ്ലൂ കളറായിരിക്കും. ഓക്കെ, ഒന്നേ റെഡ് കളറായിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ കളറായിരിക്കും ഈ ലൈൻസിൻ്റെ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചെയിൻ സർവേൻ്റെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.